ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ റോളാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ റോളിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയ സവോളയും 3-4 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ടി വരട്ടെ ഇത്. അതിനുശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ എരിവുള്ള മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1.5 സ്പൂൺ അളവിൽ ചിക്കൻ മസാല, ഇത്രയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ മെയിൻ സാധനം ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. നമ്മളുടെ മസാല, അതായത് നമ്മുടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക, റോളിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ ഞാൻ മാവ് കുഴച്ചിട്ടോ ഷീറ്റ് പരത്തിയിട്ടോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. നമ്മളുടെ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാവെല്ലാം കുഴയ്ക്കുന്നതിനും ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കി വറക്കുന്നതിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് മൊത്തത്തിൽ പൊടിച്ചെടുത്തതും പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്താണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത നമ്മളുടെ ബ്രെഡ് ഇതേപോലെ 1, 2 അല്ലെങ്കിൽ ഒരെണ്ണം, കട്ടിയുള്ള ബ്രെഡാണെങ്കിൽ ഒരെണ്ണം മതി. ഞാനിപ്പോൾ ഒരു ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വെക്കുക. ഒന്ന് മുക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുതിർന്നു വരും. അപ്പോൾ ഞാൻ മുക്കിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. മുക്കിയതിന് ശേഷം നന്നായി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പം അതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം നന്നായിട്ട് പോകും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മസാല ഇതിനകത്തോട്ട് ചേർത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുക. റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും. പക്ഷേ ഇത് നനഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് റൗണ്ട് ആക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സൈസിലോ നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. വെറും 2 മിനിറ്റോട് റെഡിയായി. അതിനുശേഷം നമ്മുടെ ബ്രെഡിൻ്റെ ആ പൊടിയിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വറുത്തെടുക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഉണ്ടാക്കിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മൊത്തത്തിൽ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയോണ്ട് അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അകത്തുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം വെന്തതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടൈം എടുക്കില്ല. ഒരു മാക്സിമം ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് നമ്മളുടെ ചിക്കൻ റോള് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.